ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാരും കമ്മിറ്റഡ് ആയിട്ട് വിഷമമുണ്ട്. അങ്ങനെ കാണുന്നോണ്ട് ഞാൻ എന്താ സിംഗിൾ ആയിട്ട് നടക്കുന്നത്? എന്റെ കൂടെ ഇടത്തും വലത്തും രണ്ടെണ്ണം ഉണ്ടാവും എപ്പോഴും സിംഗിൾ ആയിട്ട്. ഞാൻ എപ്പോഴും ഒരു ദാസേട്ടൻ വൈബ് പാട്ടുകൾ ഇങ്ങനെ പിടിച്ചു പോകുന്നതാണ്. കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാം. ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ? ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആക്ടേഴ്സിനെ ഒന്നും അങ്ങനെ ഇമിറ്റേറ്റ് അല്ല, ഫ്രണ്ട്സിനെ ഇപ്പൊ നമ്മൾ കൂടെ ഇരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മളിങ്ങനെ അവര് ചില ആൾക്കാർക്ക് കുഞ്ഞു കുഞ്ഞേ ഇതുണ്ടാവുമല്ലോ, അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. പിന്നെ സിംഗേഴ്സിനെ ഞാൻ ലൈവ് ചെയ്യുമ്പോ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ദാസേട്ടന്റെ പാട്ടാണെങ്കിൽ ദാസേട്ടന്റെ പോലെ പാടാൻ നോക്കാറുണ്ട്. ഇപ്പൊ മതിച്ചേട്ടനാണെങ്കിലും അങ്ങനെ, MG സാറാണെങ്കിലും അങ്ങനെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പം ബൽറാമിന്റെ സൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹസ്കി ആണ്, റൊമാൻറ്റിക് ആണ്, ഭയങ്കര ബോൾഡ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില പാട്ടുകളിൽ, എല്ലാ പാട്ടല്ലല്ലോ, എല്ലാ വെറൈറ്റി പിടിക്കുന്നുണ്ടല്ലോ. അപ്പൊ സ്വന്തമായിട്ട് സൗണ്ടിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഏത് സൗണ്ടിലാണ് എന്റെ സൗണ്ട് ഇതാണ് എന്ന് പറയുന്ന സംഭവം? എന്റെ സൗണ്ട് ഇതാണ് അല്ല, അത് ഞാൻ ഓരോ പാട്ടിനനുസരിച്ച് മോഡുലേഷൻസ് ചേഞ്ച് ചെയ്യാൻ നോക്കാറുണ്ട്. യൂണിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു, അതിപ്പോ റെക്കോർഡിംഗിൽ ഇപ്പൊ നമുക്ക് കേട്ടാലേ അത് ഇപ്പം പറഞ്ഞല്ലോ ദാസേട്ടനൊപ്പം കൂടെ പാടും അല്ലെങ്കിൽ, പക്ഷെ അത് കൂടല്ല ദാസേട്ടന്റെ പോലെ പാടും ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ നോക്കുമ്പോ നമ്മുടെ ഐഡന്റിറ്റി അവിടെ പോകുന്നുണ്ടോ? നമ്മുടെ ഐഡന്റിറ്റി ചില സമയത്ത് പോകും. ലൈവില് ആക്ച്വലി നമ്മള് ലൈവില് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ഇപ്പൊ മുമ്പിലിരിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ദാസേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞപ്പോ പ്രമദവനം പാടുകയാണെന്നുണ്ടെങ്കിൽ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. അത് ലൈവിന്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പരിധി വരെ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയല്ല, കുറെ മാറി ചിന്തിച്ചു തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല, ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ പ്രമദവനം പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ 100-ൽ 50 പേർക്കും ചിലപ്പോൾ ഇഷ്ടാവില്ല. നേരെ മറിച്ച് ഇപ്പൊ ദാസേട്ടന്റെ പോലത്തെ സ്റ്റൈലില് അതേപോലത്തെ മോഡുലേഷൻസ് ന്യൂആൻസസ് കൊടുത്ത് പാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടാവും. നേരെ തിരിച്ചു പക്ഷെ റെക്കോർഡിംഗിലേക്ക് വരുമ്പോ നമ്മുടേതായിട്ടുള്ളൊരു വോയിസ് ടെക്സ്ചർ തന്നെ കൊടുക്കണമല്ലോ. അവിടെ ഇമിറ്റേഷൻസ് ഒരിക്കലും ചെയ്യാൻ റെക്കോർഡിംഗ്സിൽ വരുമ്പോ ഇത് പറയുന്നത് സ്റ്റേജ് പെർഫോമൻസ് ലൈവ് ചെയ്യുമ്പോ ആ സെയിം സൗണ്ട് എടുത്ത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, റെക്കോർഡിങ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റേതായിട്ടുള്ള വോയിസിൽ തന്നെയാണ് അവിടെ ചെയ്യാറുള്ളത്. വേറെ ഇമിറ്റേഷൻസ് നമ്മുടെ ഓൺ ഐഡന്റിറ്റി വേണല്ലോ, അങ്ങനെ ശ്രമിക്കാറില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കാറില്ല. അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുള്ള പാട്ട് ഏതാണ്? ഇപ്പൊ കൊറേയൊക്കെ ചിരിയും കളിയും ബഹളൊക്കെ വെച്ചിട്ടുള്ള നോക്കുകയാണെങ്കിൽ ലൈവ് അല്ല, MG സാറിന്റെ ഒക്കെ പാട്ടുകൾ ഇമിറ്റേറ്റ് ചെയ്ത് പാടുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ചെറിയ ലൈന് നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും പാടുക? അത് പാടിയാ വിറ്റാവും. ഇപ്പൊ പാടി കഴിഞ്ഞ അമ്മ ഈ പറഞ്ഞ പോലെ, അതുപോലെ രാവേറെയായി കവിളിണയിലൊക്കെ അതൊന്ന് പാടാമോ? നല്ല രസമായിരിക്കും കേൾക്കാൻ. കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എന്റെ ഗാഥ. എങ്ങനെ എങ്ങനെയോ ഇങ്ങനെ അങ്ങനെ. അത് എത്രത്തോളം പെർഫെക്റ്റ് എന്നുള്ളത് ഒന്നും അങ്ങനെ പെർഫെക്ഷൻ ഒന്നും അല്ല, നോക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. ഡൈനാമിക്സ് എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം അതിങ്ങനെ സെയിം സ്ട്രെയിറ്റ് ആയിട്ട് പാടാണ്ട് എവിടെയെങ്കിലൊക്കെ കൊടുത്ത് ആ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടും കൂടെയാണല്ലോ കേൾക്കാൻ. നമ്മൾ വേറെ ഒരാളുടെ സൗണ്ടിൽ ഇതേപോലെ പാടുമ്പോൾ ഒന്നും കൂടെ ആൾക്കാർ. പിന്നെ ഞാൻ ലൈവ് പാടുമ്പോൾ ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, മതിച്ചേട്ടന്റെ പാട്ട് പാടുമ്പോൾ ആ ഒരു സ്റ്റൈല് വരുന്നുണ്ട് പറയാറുണ്ട്. അത് എത്രത്തോളം ഞാൻ വിലയിരുത്തിയിട്ടില്ല. എനിക്ക് പാടുമ്പോ അത് ജഡ്ജ് ചെയ്യാൻ പറ്റാറില്ല. നോർമലായിട്ട് പാടുമ്പോ സ്റ്റേജിൽ പാടും, സ്റ്റേജിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തന്നെ നോക്കുമ്പോൾ അത് വർക്ക് ആവാറുണ്ടെന്ന് പലരും പറയാറുണ്ട്. മതിച്ചേട്ടന്റെ വോയിസ് എനിക്ക് കുറച്ചുകൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അങ്ങനെ ഇപ്പൊ ഞാൻ ഈ ലുക്സിനെ കുറിച്ചിട്ട് അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് പറയാം. ലുക്സ് എങ്ങനെ കൂടുതൽ പോണോ? അല്ല അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മളിപ്പോ സ്റ്റാർ സിംഗറിന്റെ ഒരു ഫെയിമിൽ നിൽക്കാണല്ലോ, നമുക്ക് പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. ഈ ടാറ്റു ഒക്കെ ഞാൻ എപ്പോഴും അതൊക്കെ ഷോയിൽ വന്നതിന് ശേഷം ചെയ്തതാണല്ലോ അല്ലെ. ഇപ്പം അതുപോലെ തന്നെ മുടി അത് ഇപ്പൊ വളർത്തിയതാണോ അത് നേരത്തെ ഉണ്ടായിരുന്നോ? മുമ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോയില് വരുന്നതിന് തൊട്ട് മുമ്പ് ആണ് ഹെയർ കട്ട് ചെയ്തത്, ലെങ്ത് കുറച്ചത്. അതായത് ഓഡിഷൻ സമയത്ത് കുറച്ചും കൂടി മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷോയില് വരുന്നോണ്ട് കുറച്ച് ഹെയർ ലെങ്ത് കുറച്ചു. പിന്നെ സെലക്ട് ആയിട്ട് കുറച്ചിങ്ങനെ പോകുമ്പോ കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് മുടിയുള്ള പയ്യൻ സംഗീതേട്ടനും ഉണ്ടായിരുന്നു എന്റെ കൂടെ, നമ്മുടെ കൂടെ ഷോയിലുണ്ടായിരുന്നു. അപ്പൊ സംഗീതേട്ടനും എന്നെ കാണാനും ഒരുപോലെയാ. അപ്പൊ അമലിനും അന്ന് കുറച്ച് മുടി ഉണ്ടായിരുന്നു. അമലിന് മുടി വെട്ടിച്ചു സാറ്. അമല് മുടി വെട്ടാനായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞിട്ട് മുടി വെട്ടിച്ചു. അപ്പൊ സംഗീതേട്ടൻ ഒന്ന് കുറച്ച് ലെങ്ത് കട്ട് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഞാൻ വെട്ടണോ വെട്ടണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ സാറ് പറഞ്ഞു നീ വെട്ടണ്ട, നിന്റെ മുടി അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ ലെങ്ത് കുറച്ചും കൂടി നീട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി ഷോ ഇങ്ങനെ പോകുന്തോറും മുടിയുള്ള പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കുറെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. മുടിയുള്ള പയ്യൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ, എനിക്ക് പേരറിയില്ലെങ്കിലും മുടിയുള്ള പാടുന്ന പയ്യൻ എന്ന് പറഞ്ഞ് കുറെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു മുടി വെട്ടണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, ഒരു ഐഡന്റിറ്റി ആയിട്ട് അവിടെ ഇരുന്നോട്ടെ. അല്ല, മുമ്പ് വളർത്തിയിട്ടുണ്ട്. ഇത്രയും ലെങ്ത് ആക്കുന്നത് പക്ഷെ അതിന് കുറച്ചും കൂടെ എക്സ്ട്രാ കെയറും അതിന് സമയം മുടി വെട്ടിക്കഴിഞ്ഞപ്പോ ആൾക്കാർ തിരിച്ചറിയുമെന്നുള്ളതാണ്. ഞാനാന്ന് പറയേണ്ടി വരും, ഈ ഫോട്ടോയിലുള്ളത് ഞാനാണ്. അപ്പൊ ഇത് എണ്ണയ്ക്ക് ഏതാ യൂസ് ചെയ്യണത്? നമ്മൾ വിഷയത്തിൽ നിന്ന് പോകുന്നു. എണ്ണ ഞാൻ തേക്കാറില്ല. അല്ല, ചിലപ്പം ഇപ്പൊ മുടി വളർത്തണ ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്കും കൂടെ മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൺകുട്ടികളോടാണ് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ഹെയർ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് വന്നിട്ട് കത്തിച്ച് കളഞ്ഞാൽ പിന്നെ ഐഡന്റിറ്റി. അതായത് ഒന്നാമത് ട്രാവലിങ്ങിന്റെ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇത്രയും തിരക്കുള്ള സമയത്ത് ഇത് എങ്ങനെ മെയിൻറ്റെയിൻ? ചിലപ്പോൾ ഓരോ ദിവസം ഓരോ വെള്ളത്തിലായിരിക്കും കുളിക്കുക. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. എല്ലാ ദിവസവും ചിലപ്പോൾ തല കഴുകേണ്ടതായിട്ടും വരും. വേർപ്പും കാര്യങ്ങളും ഇപ്പൊ ലൈവിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ പൊടിയും വേർപ്പും എപ്പോഴും ഉള്ളതുകൊണ്ട് ഇത് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും. ഹെയർ ലോസ് കാര്യങ്ങൾ, കോൾഡ് വരാനും അല്ലെ, മര്യാദയ്ക്ക് ഉണങ്ങിയിട്ടില്ലെങ്കിലും അതും പ്രശ്നമാണ്. എല്ലാ ദിവസവും ഇത് തന്നെ റിപ്പീറ്റ് ആകുമ്പോ ചിലപ്പോ പറ്റിക്കൊള്ളണം എന്നില്ല. പിന്നെ ഞാനും അങ്ങനെ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കാറൊന്നും ഇല്ല. ക്ലീൻ ചെയ്യും എന്നല്ലാതെ ഭാഗമായതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ നിർബന്ധിതനായി ഇത് ശരിയാക്കി കൊണ്ട് നടക്കാൻ. അപ്പൊ സ്റ്റാർ സിംഗർ തന്നൊരു വലിയൊരു വരദാനമാണ് തലമുടി. അങ്ങനെയല്ല, പിന്നെ കൊള്ളാം. എനിക്ക് മുടിയില്ലാത്ത ലുക്കിനേക്കാൾ എനിക്ക് മുടിയുള്ള എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. അതെനിക്ക് തോന്നുന്നത് മോഡലിങ്ങിനൊക്കെ ഈ സൈഡ് ബൈ സൈഡ് ഇത് വളരെ അല്ലെ, കുറെ സ്റ്റൈൽസ് യൂസ് ചെയ്യാം ഇത് വെച്ചിട്ട്, സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ആക്ടിങ്ങിലോട്ട് പോകാൻ താല്പര്യം നോക്കിയിട്ടില്ല, പക്ഷെ ചെയ്താ കൊള്ളാന്ന്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഭിനയിക്കാൻ അറിയൂന്ന് എനിക്കറിയില്ല, പോയി ചെയ്ത് നോക്കാൻ. വർക്കൗട്ടായ താല്പര്യമുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല അതുവരെ. ചിലപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ചാലും അടുത്ത ഇന്റർവ്യൂവിന് ഒരു ആക്ടർ കം സിംഗർ കം ഇങ്ങനെ പോയി ഇങ്ങനെ പ്രൊഫൈല് മേലോട്ട് പോട്ടെ. പിന്നെ അടുത്ത് ചോദിക്കാനുള്ള എനിക്ക് തോന്നുന്നു എല്ലാ പെണ്ണുങ്ങളും വളരെ ആഗ്രഹിച്ചുള്ള ചോദ്യമാണ്, കമ്മിറ്റഡ് ആണോ? എങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നി ഈ ചോദ്യം? പ്രണയമായിട്ട് ഇരിക്കുന്ന ഒരാളോട് ഈ പാളീസായെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഒരു ഭാഗമാണല്ലോ. അത് വിചാരിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ഇല്ലാന്നുള്ള തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ബ്രേക്കപ്പ് ഉള്ള സമയത്ത് ഏത് പാട്ടുകളാണ് കേൾക്കാറ്? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? ബ്രേക്കപ്പ് ഉള്ളപ്പോ ഏത് പാട്ടാ കേൾക്കാൻ? ബ്രേക്കപ്പ് ഉള്ളപ്പോ ആരെങ്കിലും പാട്ട് കേൾക്കുമല്ലോ? കേൾക്കില്ല, ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ചില ആൾക്കാർ കേൾക്കില്ലേ നല്ല സാഡ് സോങ് അല്ല, ചിലപ്പോ മൂഡ് മാറ്റാൻ വേണ്ടി നല്ല വേറെ ആ സമയത്ത് ഞാൻ പാട്ടുകളൊന്നും കേട്ടിരുന്നില്ല. ഞാൻ പേഴ്സണലി എന്റെ കാര്യം പറയുന്നത്, ഞാൻ ആ സമയത്തൊന്നും പാട്ടൊന്നും കേട്ടിരുന്നില്ല. വേറെ എന്തൊക്കെയോ ചെയ്ത് നടന്നു. അത്രേ ഉള്ളൂ. ടൈം വേറെ രീതിയിലൊക്കെ പാട്ടേ കേൾക്കില്ല. പാട്ട് എപ്പോഴും കൂടെ നടക്കുന്ന ആൾ ആ സമയത്ത് അപ്പൊ പാട്ടിനോട് ഒരു സ്റ്റോപ്പ് ഇട്ടോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടു, ഇത് വീട്ടിൽ നിന്ന് തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെയോ അത് മാറി മാറി വന്നപ്പോ പിന്നെ പാട്ടിലേക്ക് പിന്നെയും വന്നു. ഇപ്പൊ ഒരു പാട്ട്, ഞാനിപ്പോ ഒരു ഡ്രീം ഗേളിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. കമ്മിറ്റ്മെന്റിനെ പറ്റിയൊക്കെ കമ്മിറ്റ്മെന്റ് ഒക്കെ വിട്ടു, കമ്മിറ്റ്മെന്റ് വിട്ടുമല്ലോ.
ഒരു ഡ്രീം ഗേൾ എവിടെയോ ഇരിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പാട്ട് പാടാൻ പറഞ്ഞ അത് ഏത് പാട്ടായിരിക്കും? ഞാൻ പാട്ട് വെച്ചു കൊടുക്കും, ഞാൻ പാടില്ല. അല്ല, ആ കുട്ടിക്ക് സ്വന്തം വോയിസിലുള്ള പാട്ട് തന്നെ കേൾക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്നോട് നേരിട്ടൊന്ന് പറഞ്ഞൂടെ? ഇത് എന്തുവാ? ഇല്ല ഇല്ല, ഓൺലൈൻ ആണല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ ഇപ്പൊ ലോകത്തിൽ എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും കേൾക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ആ കുട്ടിയുടെ ഇങ്ങോട്ട് വന്ന് കേൾക്കാൻ. ഞാൻ പറയുന്നത് ഡ്രീം ഗേൾ, ഇത് നമ്മളൊരു ഫാന്റസി സംഭവമാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളിപ്പോ ഒരു പാട്ട്. മനസ്സ് വിഷമിപ്പിച്ചു, കുഞ്ഞു മനസ്സ് വിഷമിപ്പിച്ച പാപം കിട്ടും. കുഞ്ഞു മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് ഡ്രീം ഗേൾ പറയാൻ പറ്റില്ല. ഈ പാട്ട് കേട്ടിട്ട് നാളെ അത് ഞാനായിരുന്നു. അങ്ങനെ ഒരു പാട്ടുണ്ടോ? അങ്ങനെ ഇതൊരു ഡെഡിക്കേഷന്റെ ഭാഗമായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും മനസ്സിൽ പെട്ടെന്ന് വന്ന് അത് പാടുക. നാളെ ഇത് ചിലപ്പോൾ റീൽസും സ്റ്റോറീസും ഒക്കെ ചിലപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ട് ഇപ്പം പിള്ളേർ. അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് നല്ല മിക്കവാറും ഇത് എനിക്ക് പൊങ്കാലായിരിക്കും. കണ്ണിൽ ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടോട് കൂടിയിട്ട് വേണം പാടണം. അല്ല, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ പാട്ടാലോചിക്കുമ്പോ എനിക്ക് മണിമുറ്റത്താവണിയൊക്കെ ഓർമ്മ വരണേ. എനിക്ക് അങ്ങനെ സിറ്റുവേഷൻ ആയിട്ട് കണക്ട് ആവാത്ത കുറെ പാട്ടുകൾ എനിക്ക് ഓർമ്മ വരും. പാട്ട് ഏതെങ്കിലും എടുത്ത് പാടിയാൽ മതി, വളരെ ഇഷ്ടമുള്ള പാട്ട്. പാടണോ? പാടണോ? പിന്നെ ഞാൻ പറഞ്ഞാ മതി. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് ഡെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഡ്രീം ഗേളിന് കൊടുക്കാൻ വേണ്ടിയുള്ള ഡെഡിക്കേഷൻ ആണത്. പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടെന്ന് പറഞ്ഞാൽ ഈ ആദം ജോണുള്ള പാട്ടല്ലേ, ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു നീ എന്നും എന്നും എന്റേതു മാത്രം, ഉരുകുമിൻ നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ പാട്ട് കൊടുക്കാം. കോറസ് ഞാൻ മനസ്സിൽ പാടി, പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കേട്ടിട്ട് പാടാൻ വയ്യ, തൊണ്ട പറഞ്ഞു കൊടുത്ത് കേൾക്കുന്നില്ല. വോയിസിലാ പാടിയത്. പക്ഷെ ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഇത് കേട്ടിട്ടുള്ളവര് പോവോ? അതപ്പോ ഇത് മാത്രം കട്ട് ചെയ്ത് വെച്ചോട്ടെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാ മതി. നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അല്ല, നാച്ചുറൽ ആയിട്ട് ആ ഒരു ഇമോഷൻസ് ഒക്കെ അതിൽ എനിക്ക് കാണാൻ പറ്റി. ഇനിയിപ്പോ അതുപോലെ തന്നെ ആ ഡ്രീം ഗേൾ എവിടെയെങ്കിലും ഇരുന്നിട്ട് കാണട്ടെ. അല്ലെ, ഈ എന്താ പറയാ, വരാൻ പോകുന്ന കുട്ടി, ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പറയുന്നത്, എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്നാണ് ആഗ്രഹം? സൂപ്പർ ഉണ്ടാവുമല്ലോ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ, ക്വാളിറ്റി ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പരസ്പരം മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ഇപ്പൊ എന്നോടൊരു കാര്യം പറയണം, പക്ഷെ എനിക്ക് ഹേർട്ടാവുമെന്ന് തോന്നിയിട്ട് എന്നോട് പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാനത് അറിയൂല. ഞാൻ ഈ കാര്യത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആൾക്ക് ഹേർട്ടാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള നടക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിരുന്നു. സംസാരിക്കുക. അതെ, സംസാരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ മോശം, എനിക്കിഷ്ടമായില്ല അല്ലെങ്കിൽ അത് ശരിയായില്ല, അതെനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെന്ന് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അതിനകത്ത് പ്രവർത്തിക്കാമല്ലോ. അല്ലാതെ എനിക്കറിയില്ലെങ്കിൽ ഞാനിപ്പോൾ എങ്ങനെയാ, ഞാൻ എന്റേതായിട്ടുള്ള രീതിക്ക് തന്നെയല്ലേ പ്രവർത്തിക്കുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. കറക്റ്റ് ആണ്. അതെനിക്ക് തന്നെ എല്ലാവരും, അത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചെറുതായിട്ട് വന്നാൽ തന്നെ അവിടെ ഒരു ഭയങ്കര വിടല്, പിന്നെ നമ്മൾ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല, എന്താ വിളിച്ചിട്ട് എടുക്കായിരുന്നു, വേറെ എന്തെങ്കിലും ആണ്, അങ്ങനത്തെ ടോപ്പിക്കിലേക്ക് തന്നെ പോകുന്നത്. ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇപ്പൊ ഒരു വർക്കിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് എന്നെ വിളിക്കരുത്. നമ്മുടെ പ്രൊഫഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നല്ലതാണ്. പ്രത്യേകിച്ച് പക്ഷെ നിങ്ങളുടെ പ്രൊഫഷൻ മറ്റുള്ള പ്രൊഫഷനെ വെച്ചിട്ട് കുറച്ചും കൂടെ ഒരു ടൈമിങ്ങിന് കുറച്ച് അല്ലെ, രാത്രിയിലാണെങ്കിൽ നൈറ്റ് ആണെങ്കിലും മോർണിംഗ്സ് ആണെങ്കിലും നൈറ്റ് ആണെങ്കിലും മോർണിംഗ് ആണ് എപ്പോഴും വർക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ട്ണറെ കിട്ടുമ്പോൾ സ്മൂത്ത് ആയിട്ട് എനിക്ക് ആകെ അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി സൗന്ദര്യം ആഗ്രഹിച്ചു പോയാൽ മുടിയിലോണ്ട് ചിലപ്പോൾ കൗട്ടിക്ക് വലിയ തലമുടി വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ചില ആൾക്കാർക്ക് വലിയ ലോങ് ഹെയർ, ഇപ്പൊ ഈ ഹെയർ കാണുമ്പോ തന്നെ ചില കുട്ടികൾ ആയിരിക്കും, അയ്യോ എനിക്ക് ഭയങ്കര ഷോർട്ട് ഹെയർ ആണോ, ഇവൻ എന്നെ ഇഷ്ടപ്പെടുമോ. പിന്നെ അത് അങ്ങനെയൊന്നും ഒന്നുമില്ല. ബാലൻസ് ചെയ്യും. അല്ല, പാട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടി ഓഫ് കോഴ്സ് അല്ലെ ആവണം.
അല്ലെങ്കിൽ 24. പക്ഷെ പാട്ട് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് എന്റെ ക്യാരക്ടർ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ അതല്ല ക്യാരക്ടറിന്റെ കൂടെ അത്യാവശ്യം വിവരം പാട്ടില് ഇവരല്ല ഇങ്ങനെ പാട്ടും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാകുമ്പോ സംഗതി അങ്ങനത്തെ ഒരു കുട്ടിയെ കിട്ടട്ടെ. നമുക്ക് ഒരു ഞാനും സെർച്ച് ചെയ്യാണ്. അതെ സെർച്ച് ചെയ്യുന്നുണ്ടല്ലേ? സെർച്ച് ചെയ്യല്ല, ഗൂഗിളിൽ നോക്കല്ല, ഞാനും അന്വേഷിക്കുകയാണ് അങ്ങനത്തെ ഒരാളെ. പിന്നെ കല്യാണത്തിനൊന്നും ടൈം ആയില്ല, ഇപ്പോഴേ നോക്കിയാലേ കിട്ടൂ, അങ്ങനെയുണ്ടല്ലോ. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാരും കമ്മിറ്റഡ് ആയിട്ട് വിഷമുണ്ട് അങ്ങനെ കാണുന്നോണ്ട്. ഞാൻ എന്താ സിംഗിൾ ആയിട്ട് നടക്കുന്നത്? എന്റെ കൂടെ ഇടത്തും വലത്തും രണ്ടെണ്ണം ഉണ്ടാവും എപ്പോഴും സിംഗിൾ ആയിട്ട്. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എന്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു, ഞങ്ങൾക്ക് മാത്രം സെറ്റ് ആവുന്നില്ല. ഞങ്ങള് മറ്റേ പഞ്ചാബി ഹൗസിലെ പോലെ കൊച്ചിൻ ഹനീഫയും അരിശോകനെയും പിടിച്ചിട്ട് ഇങ്ങനെ പോകും. കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞങ്ങൾക്ക് എന്തോ ഒന്നും സെറ്റ് ആവുന്നത്, ഞങ്ങളുടെ പ്രശ്നമാണോ ഇനി അവരുടെ പ്രശ്നമാണോ? പിന്നെ കുറെ കഴിഞ്ഞപ്പോ തോന്നി ഇങ്ങനെ നടക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, ഒറ്റയ്ക്ക് നടക്കുന്നതാണ്, കമ്മിറ്റഡ് ആവണ്ടെന്ന് ഇപ്പൊ തോന്നി. അല്ല, കുറച്ച് കഴിഞ്ഞപ്പോ തോന്നി. ഇപ്പൊ തിരിച്ചു വീണ്ടും ഒരു പാർട്ട്ണറായ കൊള്ളാം, നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ. അല്ല, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഒരു ഇമോഷൻ നമുക്ക് തോന്നിയിട്ട് ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാൻ ഓഫ് കോഴ്സ് വീട്ടുകാരുണ്ട്, പക്ഷെ അതിനേക്കാളും നമുക്ക് പാർട്ട്ണർ നമുക്ക് കുറച്ചും കൂടെ ഈസി ആവും കാര്യങ്ങൾ. അതെ, ഈസി എന്നല്ല, കുറച്ചും കൂടി നമുക്ക് ഓപ്പൺ ആയിട്ട്. ഇപ്പൊ എനിക്കിപ്പോ മറ്റേ എനിക്ക് താഴെ ഒരാളുണ്ട്, ഭവ്യ എന്ന പേര്. അപ്പൊ അവളോട് എനിക്ക് സംസാരിക്കുന്നതിൽ ചിലപ്പോ പരിധികളില്ല. അപ്പോ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ ഇമോഷൻസ് കണക്ട് ആവുന്ന ഒരാള് കൂടെ ആണെങ്കിൽ അച്ഛനും അമ്മയും കേൾക്കുമ്പോ നാളെ മുതൽ ബ്രോക്കറിനെ വിളിയായിരിക്കും. നേരെ വീട്ടിലേക്കാ പോണേ, എന്നെ കൊല്ലുന്നാ തോന്നുന്നത്. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോ പറയണ എന്നോട്. അടുത്ത നീ ചെല്ലുമ്പോ ചിലപ്പോ 3-4 വീട്ടില് ആലോചനയുമായിട്ട് ചെല്ലേണ്ട ഒരു. വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. വേണ്ട. അങ്ങനെയാണ് അറേഞ്ച് മാരേജ് ആണോ അതോ? ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടുകാരോട് പറയും ഇതെങ്ങനെയുണ്ട്, ഇയാൾ ഓക്കെ ആണ്, അപ്പൊ അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നോക്കാം. അതല്ലേ നല്ലത്? നല്ലത് അതാണ്. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നേക്കാളും ഇഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ട്. ഓ കറക്റ്റ് വീട്. ഞാൻ വിചാരിച്ചു പാടുവന്ന്. ചിലവര് അറേഞ്ച് ചെയ്തിട്ട് പിന്നെ മനസ്സിലാക്കിയിട്ട് ഒരു കൊല്ലൊക്കെ എടുത്ത് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, ഉണ്ട്. മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻലി മനസ്സിലാക്കുക. അപ്പൊ നമ്മള് ലവ് മാരേജ് ചെയ്തിട്ടുള്ള കല്യാണം തന്നെ കല്യാണം കഴിഞ്ഞ 5-6 വർഷം പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഡൈവേഴ്സ് ആവുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ നോർമലാണ് ഇപ്പൊ സത്യം പറഞ്ഞാല്. അപ്പോ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ പിന്നാലെ പോയിട്ട് വെറുതെ സ്ട്രഗിൾ ചെയ്യുക, സഫർ ചെയ്യുക എന്നുള്ളതിനേക്കാളും അത് നമുക്ക് ശരിയാവില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറി ചിന്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഭയങ്കര നോർമലാണ്. ഇപ്പൊ ഒരു ജീവിതകാലം മുഴുവൻ ഒരാൾക്ക് വേണ്ടി സഫർ ചെയ്യുകയും സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് ഈ ചിന്താഗതി തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അത് തന്നെയല്ലേ ഒരു കണക്കിന് നോക്കിയാൽ ശരിയാവില്ല. ഇപ്പൊ പെൺകുട്ടികൾ ഭയങ്കര ഫോക്കസ്ഡ് ആണ് അവരുടെ പ്രൊഫഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടും. ഒരുപാട് ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെ ക്രിഞ്ചാണോന്ന് എനിക്കറിയില്ല. ഈക്വലി സ്പേസ് കൊടുത്താൽ മതി. അതെ, അതാണ് എപ്പോഴും നമ്മൾ ഇടിച്ചു കയറി ചെല്ലുന്നേക്കാളും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി വാല്യൂ ചെയ്യപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ. അതെ, എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുക, എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ അത് ഒരുപാട് കാലം പോവില്ല. ക്രിഞ്ച് അവസാന വാക്കിലേക്ക് എത്തും. എനിക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ആൾക്ക് അതിൻ്റെതായ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ആൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് സംസാരിക്കണം പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അല്ല, ഞാനപ്പൊ എങ്ങനെയാ ഞാൻ ആളോട് ബിഹേവ് ചെയ്യുക, എങ്ങനെ ഞാൻ ആളോട് മറുപടി പറയാ? അപ്പൊ ആളെന്നെ മനസ്സിലാക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം. ഞാൻ പറയാണ് എന്നെ കുറച്ച് നേരത്തേക്ക് വിളിക്കരുത്, ഞാൻ പൊസസീവ്നെസ് ആയിരിക്കാം, ചിലപ്പോ ഒരു എക്സ്ട്രീം ലെവലായിരിക്കും. പക്ഷെ ആ ഇഷ്ടക്കൂടുതൽ ഒരു പ്രശ്നമായി മാറില്ലേ ഒരു സമയം കഴിയുമ്പോൾ? ഒരു പരിധി കഴിഞ്ഞാൽ മാറും. കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു രീതിക്ക് ചിന്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പൊ അത് എന്താ പറയാ, ആ കണ്ടുപിടുത്തം മിക്കവാറും ഈ ഇന്റർവ്യൂവിന് ശേഷം ഒരു പെണ്ണ് എന്റെ അടുത്തേക്ക് വരും, ചിലപ്പോ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിപ്പോ വീട്ടുകാരെന്നെ കാണിക്കില്ല, ഇത് കാണിക്കില്ല, ഒറ്റപ്പാലത്തല്ല ഞാൻ അയച്ചു കൊടുക്കും. ഇപ്പൊ സിസ്റ്ററിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താ ചെയ്യണം അനിയത്തി? ഇപ്പൊ DMLT കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആസ്ട്രന്റെ ലാബില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പാട്ട് പഠിച്ചിരുന്നു, പിന്നെ +2 ഒക്കെ ആയപ്പോ അതിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് നിർത്തി. ഇപ്പൊ 2ാമത് പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ വർക്കിന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോന്ന് അറിയില്ല. അല്ല, അത് നല്ലൊരു ഞാൻ പഠിപ്പിക്കാൻ നോക്കിയതാ, അവസാനം അവള് പാട്ട് പഠിത്തു നിർത്താന്ന് പറഞ്ഞു. അയ്യോ,
ആ ഞാൻ പഠിപ്പിക്കല് ബേസ്റ്റ് ആണ്. പഠിപ്പിച്ചു കൊടുക്കാൻ. ആ എനിക്ക് ഒരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് നേരെ അത് തിരിച്ച് പാടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അതെന്താ അങ്ങനെ? എന്തോ എനിക്ക് പാടിയത് അതുപോലെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ആ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, ആ ഞാൻ ഇട്ടിട്ട് പോകും. അപ്പൊ അനിയത്തി പഠിപ്പിക്കണ്ട. അല്ല പഠിപ്പിച്ചു നോക്കി, ആ, വേണ്ട. എനിക്ക് ദേഷ്യം വന്ന് ഞാൻ ഇട്ടിട്ട് പോയി. അല്ല അവള് പാട്ടേ ചിലപ്പോ ഇട്ടിട്ട് പോകും. ചിലപ്പോ ഇങ്ങനെ അങ്ങനെയൊക്കെ പോയി ആവും. പാട്ട് ഇപ്പൊ പഠിക്കണം എന്നാ പറയുന്നുണ്ട്, ഉം. അറിയില്ല. മലയാളം സിനിമകൾ കഴിഞ്ഞ് ഇപ്പൊ തമിഴിലേക്ക് വല്ല കോളം വന്നിട്ടുണ്ടായിരുന്നോ? തമിഴ് ഇപ്പോ അജിത് സാറിന്റെ ഒരു മൂവി ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള തമിഴ് മൂവിയുടെ ഹിന്ദി വേർഷനിലൊരു പാട്ട് ജി വി പ്രകാശ് സാർ മ്യൂസിക് ചെയ്ത ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. പാടിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ ലാസ്റ്റ് വന്നത്. ഇപ്പൊ കുറച്ച് പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്, അത് അപ്കമിങ് ആണ്. ഇപ്പോ ഓരോന്നായിട്ട് വരും, ഓരോന്നായിട്ട് വരുന്നുണ്ട്. മലയാളം തന്നെ. തമിഴ് പാട്ട് പെട്ടെന്ന് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ടായിരിക്കും പാടുക? ഉറപ്പായിട്ടും ഞാൻ എസ് പി ബി സാറിന്റെ കടുത്ത ആരാധകനാണ്. ആളുടെ എന്താ പറയാ ജീവിത രീതി അതുപോലെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പോലെ തന്നെ എന്താ പറയാ ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ തണുത്തതൊക്കെ സാറ് ഐസ്ക്രീം കഴിച്ചിട്ടൊക്കെ ചിത്രേച്ച് ചെയ്ത ഇന്റർവ്യൂ ഐസ്ക്രീം കഴിച്ച് വന്നിട്ട് സാറ് വളരെ ചേച്ചിയാണെങ്കിൽ ചൂടുവെള്ളം കുടിക്കുന്നു അത് കുടിക്കുന്നു സൗണ്ട് അത്രയും അതിലെത്രത്തോളം അത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ വരില്ല. അപ്പൊ നമ്മളെപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ചൂടുവെള്ളം കുടിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരും. അത് എനിക്ക് അങ്ങനെയുണ്ട്. ഞാൻ എപ്പോഴും തണുത്ത വെള്ളം കുടിക്കുന്ന ഒരാളാണ്. എനിക്ക് ചൂടുവെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര സഫോക്കേഷൻ, ഒരു അസുഖം വന്ന ഫീല്. അപ്പൊ അത് ആള് അങ്ങനെ സാർ അങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ട് സാർക്ക് അതിന്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും പൊതുവേ സിംഗേഴ്സിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ത്രോട്ട് തണുത്ത വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ച് വന്നവർക്ക് പിന്നെ അത് ശ്രദ്ധിക്കാതെ പറ്റില്ല എന്നായപ്പോ നമ്മുടെ ഫ്ലോറിൽ തന്നെ അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു, മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. അല്ലാതെ ഒരുപാട് കെയർ ചെയ്തിട്ട് പിന്നെ ഫ്ലോറിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തണുപ്പുണ്ട്. അപ്പൊ നമുക്ക് ആളുകളെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടത്തെ ഒരുപാട് ഒരു 24 അല്ലെങ്കിൽ എന്താ പറയാ ഒരു 24 hour ഷൂട്ടിംഗ് ആണെങ്കിൽ 48 hour അവിടുത്തെ എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. തലേന്ന് തന്നെ എന്റെ ചെക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. LED വാള്, ക്യാമറ, ഷാർപ്പി, ലൈറ്റ്, അങ്ങനത്തെ പല കാര്യങ്ങളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ തണുപ്പിക്കാനാണ് അവിടെ AC മെയിൻ ആയിട്ട് ഇടുന്നത്. അത് എല്ലാ ഫ്ലോറിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അത് സഹിച്ചിരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അത് ആ ഒരു തണുപ്പിൽ ഇരുന്നിട്ട് ഒരു ഉച്ച വരെ ഇരുന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പാട്ട് പാടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനത്തെ ഇപ്പൊ ഇങ്ങനെ ദിശയ്ക്കൊക്കെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. ദിശ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ത്രോട്ടാണ്. അപ്പൊ ഒരു കുറ്റമല്ല. അപ്പൊ ആള് ശീലിച്ച് വന്നത് അങ്ങനെയാണ് ചൂടുവെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതെ, ഒരുപാട് തണുപ്പിൽ ഇരുന്നിട്ട് പിന്നെ നമുക്ക് ചൂടുവെള്ളം കിട്ടാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തണുത്തുവെള്ളം എങ്ങനെയെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ത്രോട്ട് നമ്മുടെ കൺട്രോൾ അല്ലാത്ത രീതിക്ക് വരിക. പലർക്കും, എനിക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. എനിക്ക് ഒരുപാട് തണുപ്പ് ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ തണുപ്പ് കഴിഞ്ഞാൽ ആരുടെയും ത്രോട്ട് കയ്യിൽ നിൽക്കില്ല. പിന്നെ പാടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. ഒരു സ്റ്റുഡിയോ ഫ്ലോറിനകത്ത് സൗണ്ട് പ്രൂഫ് ചെയ്ത് അതിനകത്ത് പാടുമ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസം എന്തായാലും മനസ്സിലാവും. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കാര്യമായിട്ട് അങ്ങനെ പ്രശ്നം വരാറില്ല. ഞാൻ എപ്പോഴും തണുപ്പ് കുടിക്കുകയും എരിവുള്ളത് കഴിക്കുകയും ചെയ്യുന്ന ആൾ തന്നെയാണ്. അത് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യല്ല, ഞാൻ അങ്ങനെ ശീലിച്ചു വന്നത്. കൺട്രോൾ ഒന്നുമില്ല. എനിക്കിപ്പോ എന്താ കഴിക്കാൻ തോന്നുന്നു അത് ഞാൻ പോയി കഴിക്കും. ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? മന്തി. എന്നും കഴിക്കാൻ മന്തി എന്നും കഴിക്കും. എന്നും കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും. എന്നാലും ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഞാൻ കഴിക്കും മന്തി കഴിക്കും. പിന്നെ ഞാനും കഴിക്കാൻ എൻ്റെ കൂടെ ആരുള്ളവരും വിളിച്ചുകൊണ്ട് കഴിപ്പിക്കും. എൻ്റെ കൂടെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷുഗർ കട്ടും ഡയറ്റിലൊക്കെ ആയിരുന്നു. എല്ലാം പൊട്ടിച്ചു. ഒരാഴ്ച എൻ്റെ കൈ കിട്ടി എല്ലാം പൊട്ടിച്ചു. പക്ഷെ അത് നിങ്ങൾ സിംഗേഴ്സിനെ ചോദിച്ചാൽ ഹെൽത്ത് ഒക്കെ കുറച്ചും കൂടെ നോക്കണ്ടേ? ഇപ്പം ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മന്തിയുടെ അല്ല, ഹെൽത്ത് നോക്കണം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനം മന്തിയിൽ വൃത്തികെട്ട സാധനം ഒന്നല്ല. മന്തി ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇല്ലില്ല, ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇഷ്ടം. എന്റെ കൂടെ ഒരാഴ്ച ചോറാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമുക്ക് എന്നും കഴിക്കാൻ തോന്നുന്നത്. അതല്ലേ, നമ്മളൊരു ആഴ്ച കംപ്ലീറ്റ് മന്തി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മടുക്കില്ലേ? ഇല്ല, എനിക്ക് മടുക്കില്ല. മന്തി ലവറാണ്. മൈ ഗോഡ്. അപ്പൊ മന്തി, ബിരിയാണി എത്ര തന്നാലും ഞാൻ കഴിക്കും. ഇപ്പൊ തന്നാലും കഴിക്കും, നാളെ തന്നാലും കഴിക്കും, ഒരാഴ്ച തന്നെ തന്നാലും കഴിക്കും. അപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് എങ്ങനെ കഴിക്കുന്നത്? വീട്ടിൽ പോയ അമ്മ അപ്പ പറയും ചോറ് കഴിക്കും. നേരെ തിരിച്ചാ പറയാ. ഉച്ചക്ക് ചോറുണ്ടാവും, ഉച്ചക്ക് ചോറ് കഴിക്കും. രാത്രി ഒന്നും ഉണ്ടാക്കില്ല. എന്നിട്ട് ഒരു 8 മണിയാകുമ്പോ അമ്മ പറയും
ഇനിയിപ്പോൾ എന്താ ഇപ്പം ഉണ്ടാക്കുക, ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വയ്യ, മന്തി പലതരം മന്തികൾ വാങ്ങുന്നു, ഓരോ ആഴ്ച കഴിക്കുന്നു. ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മന്തിയില്? ഷവായ മന്തി. ഇനിയിപ്പോ നേരെ പോയിട്ട് അതൊക്കെ സമയം പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഇന്ന് ഷവായ മന്തി കഴിക്കുന്നു, ഇവിടെ കിട്ടും കൊച്ചിക്ക് നല്ലത്. അപ്പൊ നമ്മള് തിരിച്ച് SPB സാറിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാം. യെസ്, സാറിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളൊന്നും, എല്ലാവർക്കും എപ്പോൾ കേട്ടാലും ഇഷ്ടമാവുന്ന ഒരു പാട്ടാണ് ഇളയനില. സാറിന്റെ അത്രയും എന്താ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുകളിലൊന്നാണ് അത്. 4 വരി പാടാം. ഇളയനില പൊഴിகிறதே இதயம் வரை நனைகிறதே உலா போகும் மேகம் கனா காணுமே விழா காணுமே வானமே இளைய நிலா பொழிகிறதே இதயம் வரை നനകിരതേ. മഴയത്തൊക്കെ ഒരു ജോൺസൺ മാഷ് പറയാറില്ലേ, അതുപോലെ SPB സാറിന്റെ പാട്ടിൽ ഭയങ്കര അഡിക്റ്റീവാണ് എനിക്ക്. പ്രത്യേകിച്ച് ഞാൻ കേട്ട് കഴിഞ്ഞാൽ അത് ആ ലൂപ്പിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. തുടക്കത്തിലെ പാട്ട് വരെ എത്തും. അതെ, പ്ലേലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ദാസേട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ SPB സാർ ആണല്ലേ. അത് കഴിഞ്ഞാൽ മതിച്ചേട്ടൻ. സിംഗേഴ്സ് അങ്ങനെ ഒരു കമ്പാരിസൺ അല്ല, നമുക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് പറയുന്നതാണ്. പക്ഷെ എല്ലാവരുടെ പാട്ടും കേൾക്കാറുണ്ട്. MG സാറിന്റെ MG സാറൊക്കെ അടിപൊളി പാട്ടൊക്കെ എന്തൊക്കെയാ പാടി വെച്ചിട്ടുള്ളത്. ആളുടെ മുകളിലൊന്നും പാടാൻ ആർക്കും പറ്റില്ല. ഹിന്ദി പാട്ടുകൾ ഏതാ പെട്ടെന്ന്? മുഹമ്മദ് റാഫി സാറിന്റെ പാട്ടുകൾ കുറെ ഇഷ്ടമാണ്. പക്ഷെ ഞാനങ്ങനെ പാടി നോക്കാറില്ല. ഞാൻ സാറിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്, കുറെ പാടി നോക്കിയിട്ടില്ല. ഇപ്പൊ പുതുതായിട്ട് വരണ ഇപ്പൊ റിയാലിറ്റി ഷോയുടെ ഒരുപാട് പുതിയ കുട്ടികൾ വരുന്നില്ലേ, അവർക്ക് എന്താ ചെറിയൊരു അഡ്വൈസ് അല്ല, എന്താണ് അവരുടെ അടുത്ത് പറയാനുള്ളത്? റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് അതോ പാട്ടിന് വേണ്ടി? റിയാലിറ്റി ഷോ ഇപ്പൊ ഷോസിന്റെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പം ഇനി പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതിന്നുള്ള അനുഭവങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. പുതിയ കുട്ടികളോടെന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത്, സെൽഫായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് പാടുക, കേൾക്കുക. മറ്റുള്ള മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടാവുന്ന രീതിക്ക് പാടിക്കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് എനിക്ക് പാടാൻ പറ്റുന്ന പോലെ കേട്ടാ, മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഞാൻ പാടിക്കൊടുത്തിട്ട്, അത് ഫ്ലോറിലായാലും അങ്ങനെ തന്നെ ചെയ്യില്ല. ഞാൻ ഒരിക്കലും മാർക്കിന് വേണ്ടിയിട്ട് അവിടെ പാടിയിട്ടില്ല. അപ്പൊ മുമ്പിലിരിക്കുന്ന ചേച്ചിക്കായാലും, ചിത്രേച്ചിക്കായാലും, ചേട്ടനായാലും, സിദ്ധു ചേച്ചിക്കായാലും, ആർക്കായാലും, മുമ്പിൽ ഗ്രൂമേഴ്സിനായാലും ഇരിക്കുന്ന ഓഡിയൻസിന് ഇഷ്ടപ്പെടാൻ, അവർക്ക് കേട്ടിട്ട് അങ്ങനെ പറയാൻ വേണ്ടി മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നണം. പിന്നെ ഒരുപാട് ഇപ്പോൾ എന്താ പറയുക, കുറേ സിംഗേഴ്സിൽ ഇപ്പോൾ പുതിയ ആൾക്കാരിൽ കണ്ടത് മറ്റേ പെർഫെക്ഷൻസിന്റെ പിന്നാലെ പോകുന്നവർ കൂടുതലായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് സംഗതികളുടെ പെർഫെക്ഷൻസും ക്ലിക്കും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ആ ഭാവം എന്താണ്, ആ പാട്ടിൻ്റെ മോഡ് എന്താണ്, അതിൻ്റെ ഇമോഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ട് പാടുന്നതിനേക്കാളും സിമ്പിളായിട്ടുള്ളൊരു മെലഡി ഒരാൾക്ക് എപ്പോഴും ഇഷ്ടാവില്ലേ. ഇപ്പം നമ്മൾ ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഒരു പാട്ട് എടുത്തിട്ട് നമ്മൾ ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് ചിലപ്പോൾ ആവേണ്ട 2 മൈൻഡിലായിരിക്കും അത് കേൾക്കുക. പക്ഷെ നല്ലൊരു മെലഡി എടുത്ത് കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ ഇരുന്ന് ആസ്വദിക്കും അല്ലേ. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള ഒരാൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് പാടിക്കൊടുക്കാം. സിംഗറിനെ സംബന്ധിച്ച് ഞാൻ അത്രയും എൻ്റെ ലൈഫിൽ ചെയ്യാറുള്ളൂ. പിന്നെ വിന്നർ ആവുക എന്നുള്ളതല്ലല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഉറപ്പായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്തായാലും വേണം. ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്തായാലും വേണം. ഇത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് പുതിയ കുട്ടികളോട് ശ്രദ്ധിക്കും എല്ലാവരും. പക്ഷെ വളർന്നു വരുന്നവർന്ന് ഞാനാളല്ല. പക്ഷെ എനിക്ക് ശേഷം വന്നിട്ടുള്ള സിംഗേഴ്സ് ആയാലും എനിക്ക് മുമ്പുള്ളവരായാലും എൻ്റെ ഒരു കാലഘട്ടത്തിലുള്ളവരായാലും നല്ല സിംഗേഴ്സാണ് എല്ലാവരും. ഇപ്പൊ നമ്മൾ കാണുന്നവരും കേൾക്കുന്നവരായിട്ടുള്ള റിയാലിറ്റി ഷോയിലൊക്കെ ഉള്ളവരായാലും ഞാനൊക്കെ കേട്ടിട്ട് ഇപ്പൊ ഫ്ലവേഴ്സിലൊക്കെ കുട്ടികളുടെ പാട്ട് കേട്ടിട്ട് ഞാൻ അങ്ങനെ സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോ അതെ, അപ്പോ പാട്ടിന്റെ ഇമോഷൻസ് അറിഞ്ഞു പാടാനും കൂടി എല്ലാവരും ശ്രമിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ഇമോഷൻ
കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും ഇമോഷൻ സിനിമ കാണണം. അങ്ങനെയല്ല, അത് ഓരോരുത്തരുടെ ഹെൽപ്ഫുള്ളി നടക്കുന്ന ഒരു സംഭവം. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ആരും ഇമോഷനായിട്ട് പാടുന്നില്ലെന്നല്ല കേട്ടോ അതിന്റെ അല്ല അർത്ഥം. അല്ല അതെ 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 മനസ്സിലായി. അതിനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കാരണം അത് പറയാൻ കാരണം ഞാൻ കുറച്ചുകൂടി ഇമോഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സംഗതി പെർഫെക്ഷൻ വേണം ഉറപ്പായിട്ടും, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കുറച്ചും കൂടി ഒരു മെലഡി ആയിട്ട് പാടാൻ ശ്രമിച്ചാലേ കുറച്ചും കൂടി നമുക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ പാടിയാലും കിട്ടും, പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നല്ല രീതിക്ക് ഒരു പാട്ട് ഇഷ്ടാവുന്ന രീതിക്ക് പാടിക്കൊടുക്കുമ്പോഴാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡ്രീം എന്താണ് നീ ഇവിടെ കണ്ടുള്ളൊരു? ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് മന്തി കഴിക്കണം. അതാണോ ഡ്രീം? അല്ലേ, പ്രൊഫഷൻസ് ആയിട്ടുള്ള ഡ്രീം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാൻഡ് ഉണ്ട് തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല ഇപ്പൊ ഫ്രീലാൻസ് ചെയ്യാണ്. ബാൻഡ് ഫോം ചെയ്യാനുള്ള വല്ല പ്ലാൻ? ബാൻഡ് ഫോം ചെയ്യാനുള്ള പരിപാടികൾ നോക്കുവാണ്. ഞാൻ OC കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, അതിന്റെ പെൻഡിങ് വർക്ക് സ്ട്രക്ചർ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്, അത് ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യണം. അടുത്ത് തന്നെ പാട്ട് വരും. കച്ചേരി പ്ലാൻ ഒന്നുമില്ല ഫ്യൂച്ചറിൽ? കച്ചേരി ചെയ്യാൻ ഭയങ്കര പേടിയാണ്. ഒരു 10-20,000 പേരുടെ മുമ്പിൽ ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഗാനമേള ചെയ്യാം, പക്ഷെ കച്ചേരി ചെയ്യാൻ എനിക്ക് പേടിയാണ്. എന്താന്ന് അറിയില്ല. തുടങ്ങൂ, പേടിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ ഓരോന്നും ഗാനമേള പോലെ എളുപ്പല്ല അല്ലേ? പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യണം, നോക്കണം. കുറെ കാലം കഴിഞ്ഞിട്ട് നോക്കാം. അതെ അതെ അതെ. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. പേഴ്സണലി മ്യൂസിക്കലി നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഷെയർ ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്തില്ല, അതായത് ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചത് പ്രൊഫഷൻ ഇനി എന്താണ്, ഇനി എന്താന്ന് അത് ഞാൻ മന്തിയിൽ വിട്ടുപോയി. ഇപ്പഴാണ് ഞാൻ ഓർത്ത എന്തോ ചോദിച്ചല്ലോ എന്ന്. ഞാൻ മ്യൂസിക്കിൽ തന്നെ നിൽക്കാനാണ്. കുറച്ചു കാലം മുമ്പേ ഞാൻ അത് വിചാരിച്ചിരുന്നു, മ്യൂസിക് തന്നെ നിൽക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാനൊരു മെക്കാനിക് ആയിരുന്നു, അത് വിട്ടിട്ടില്ല. പക്ഷെ അതിന്ന് മാറി ഇപ്പൊ ഫുൾ ടൈം മ്യൂസീഷ്യൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും അങ്ങോട്ട് തന്നെ മ്യൂസിക് ഫീൽഡിൽ തന്നെ ലൈവ് കുറെ പെർഫോം ചെയ്യണം എന്നുണ്ട്. എൻ്റെ ഇടയിൽ ഒരു ബാൻഡ് ഫോം ചെയ്തിട്ട് ബാൻഡ് പെർഫോം ചെയ്യണം എന്നുണ്ട്. കുറെ OC കോമ്പോസിഷൻസ്, ഓൺ കോമ്പോസിഷൻസ് ഇറക്കണമെന്നുണ്ട്. അതിന്റെ വർക്കുകൾ പെൻഡിങ് ആണ്. അത് അടുത്ത് തന്നെ ഓരോന്നായിട്ട് പുറത്ത് വിടുന്നതായിരിക്കും. പെട്ടെന്നല്ല, കുറച്ച് സമയം എടുത്തിട്ട്. പിന്നെ ഉറപ്പായിട്ടും അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഫിലിം ചാൻസസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക്. അതെ, അടുത്ത് നമുക്ക് ഒരു ആക്ടറായിട്ടും സിംഗറായിട്ടും കമ്പോസറായിട്ടും കാര്യം എനിക്ക് വലിയ ഉറപ്പില്ല. പിന്നെ ഫിലിംസ് എന്ന് പറയുന്നത് അടുത്ത പ്രോജക്റ്റ് ഞാൻ മ്യൂസിക്കലി ആക്ടിങ്ങില് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. അതെ അതെ. ഒരുപാട് സന്തോഷം. പേഴ്സണലി മ്യൂസിക്കലിയും ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റി. ഇപ്പൊ ആക്ടിങ്ങിന്റെ സൈഡിലാണെങ്കിലും ആക്ടർ സംഭവത്തിലും, സിംഗിങ്ങിന്റെ സൈഡിലാണെങ്കിലും കമ്പോസിങ്ങിന്റെ സൈഡിലാണെങ്കിലും പുതിയ ബാൻഡും എല്ലാം എല്ലാത്തിനും ഒരുപാട് വിഷസ്, പ്രയേഴ്സ്, ബ്ലെസ്സിങ്സ്. നല്ലൊരു പാർട്ട്ണറിനും ഇതിലൂടെ ഡ്രീം ഗേൾ എവിടെ ഉണ്ടെങ്കിലും വരട്ടെ എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.